നമ്മുടെ മക്കളെ നമ്മുടെ കുടുംബത്തിനെതിരെ ഇങ്ങനെ ഒരു വരുമ്പത്തേക്ക് എവിടെ അയ്യോ ഓക്കെ, നമ്മുടെ രേണുസുതി സംബന്ധമായിട്ടുള്ള വിഷയങ്ങളൊക്കെ ഒരുപാട് ദിവസമായി ചെയ്തിട്ട് കുറച്ച് തിരക്കും കാര്യങ്ങളും പൊളിറ്റിക്സും ഒക്കെ ആയിട്ട് അങ്ങ് പോയി. ഇപ്പം ഞാൻ മെയിനായിട്ട് സംസാരിക്കാൻ വന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇന്ന് സോഷ്യൽ മീഡിയയിൽ മൊത്തം ഇങ്ങനെ ഒരു റീല് കിടന്ന് കറങ്ങുന്നുണ്ടായിരുന്നു. മറ്റൊന്നുമല്ല, നമ്മുടെ കൃഷ്ണകുമാറിൻ്റെ ഇളയ മകളുടെ ഡാൻസും കാര്യങ്ങളും ഒക്കെയാണ്. ഇപ്പം നമ്മൾ നേരത്തെ ഈ പറയുന്ന റീലും കാര്യങ്ങളൊക്കെ കാണുന്നതാണ്. കൃഷ്ണകുമാറിൻ്റെ മക്കളുടെയും റീലും കാര്യങ്ങളൊക്കെ കാണുന്നത്. അതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ കടന്ന് കുറേ ആൾക്കാർ കടന്നിട്ട് എന്തോ അതിൻ്റെ താഴെ വരുന്ന കമൻസ് ഒക്കെ ഉണ്ടായിരുന്നു. നമുക്കും 2-3 ആൾക്കാരൊക്കെ മെൻഷൻ ചെയ്ത് രേണുസുതിയെ കുറ്റം പറയുന്ന ആൾക്കാർ എവിടെ പോയി ഇതൊന്നും നീയൊന്നും കാണുന്നില്ലേ എന്നുള്ള രീതിയിലൊക്കെ. അവർ ഫണ്ട് മുതലേ അവരുടെ ഫാമിലി പറയുന്ന വോട്ട് അവരുടെ എല്ലാവരും ബീച്ചിൽ പോകുന്നത്, ഇതുപോലുള്ള ഇതിനേക്കാൾ അപ്പുറത്തെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടൊക്കെയാണ് പോകുന്നത്. അവരത് നോർമലായിട്ട് മാത്രം കാണുന്നൊരു വ്യക്തികളാണ്. പിന്നെ കുറേ എണ്ണം പറയുന്നുണ്ട്, രേണുസുതിയെ റിയാക്ട് ചെയ്യുന്ന ആൾക്കാർ ഇത് കാണുന്നില്ല, ഇതെന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല. രേണു എന്ന് പറഞ്ഞൊരു വ്യക്തി എന്ന് പറഞ്ഞാൽ സുധി എന്ന് പറയുന്ന ഒരുത്തൻ്റെ പേരും പറഞ്ഞ് നല്ല പിള്ള ചവിഞ്ഞിട്ടാണ് ഇപ്പോൾ കാണിക്കുന്ന തോന്നിവാസം. ഇവരങ്ങനല്ല, അത് തമ്മിൽ ഒരുപാട് ഡിഫറൻസും കാര്യങ്ങളും ഉണ്ട്. എന്ന് വെച്ചാൽ ഇവരെ ന്യായീകരിക്കാൻ വേണ്ടി വന്നതൊന്നും അറിയാം, കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി ജസ്റ്റ് പോയത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പം ഈ ഒരു വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ കടന്നു ഓടുന്നുണ്ട്, ഈ ഒരു വീഡിയോസും കാര്യങ്ങളും ഒക്കെ. ഓക്കെ, ഞാൻ ഇച്ചിരി ബ്ലർ ചെയ്തിട്ടാണ് ജസ്റ്റ് ഇതിവിടെ വെക്കുകയൊക്കെ ചെയ്യുന്നത്. ഇത് ഇൻസ്റ്റ തുറന്നാലും ഫേസ്ബുക്കിലാണ് കൂടുതൽ. ഇത് ആരോ റെക്കോർഡ് ചെയ്തെടുത്തൊരു വീഡിയോ ആണ്. ഓക്കെ, ഞാൻ ഇവിടെ പറയാൻ വന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് സബ്സ്ക്രിപ്ഷനകത്തൊന്നുമല്ല, ഈ കൊച്ചിക്ക് സബ്സ്ക്രിപ്ഷൻ ഒക്കെ ഉണ്ട്. അതിനകത്ത് ഈ നോർമൽ സാരി കൊടുത്ത കണ്ടന്റ് മാത്രമേ ഉള്ളൂ. അതിനകത്ത് വന്നതല്ല. പിന്നെ അതിൻ്റെ ഇൻസ്റ്റയിലോ യൂട്യൂബിലോ ഒന്നും ഇട്ടതല്ല. എനിക്ക് തോന്നുന്നു സ്നാപ്ചാറ്റിലോ വല്ലതും ഇട്ടതായിരിക്കാം. ഓക്കെ, ഇത് അവരുടെ വീടാണ്, അവരുടെ വീട്ടിൽ കിടന്ന് ഡാൻസ് കളിക്കുന്ന മാത്രമായിട്ടുള്ള രീതിയിലാണ് ഞാൻ ഈ ഒരു വീഡിയോ കാണുന്നത്. ഇപ്പോൾ കുറേ ആൾക്കാർ ഇതിനെ വെച്ച് നല്ല രീതിയിൽ നെഗറ്റീവും കാര്യങ്ങളും ഒക്കെ പടി കമൻറ്റ് ഇടുന്നു. റിയാക്ഷൻസ് വീഡിയോ ചെയ്യുന്ന ആൾക്കാർ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇടുന്നുണ്ട്. ഇത് ഞാനല്ല പറയേണ്ടത്. ഇത് ഞാനല്ല പറയാം, ഇത് ജനങ്ങൾക്ക് അങ്ങ് വിട്ടുതരാം. നിങ്ങൾ പറയാം, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഈ പറയുന്ന കൃഷ്ണകുമാറിൻ്റെ ഫാമിലി എല്ലാവർക്കും അറിയാം. ദിയകൃഷ്ണ ആണെങ്കിലും ഹൻസികയാണെങ്കിലും എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. അവരെങ്ങനെയൊക്കെയാണ് പോസ്റ്റ് ചെയ്യുന്നത്, അവരെങ്ങനെയൊക്കെയാണ് വ്ലോഗ് ചെയ്യുന്നത്, അവരേതൊക്കെ രീതിയിലാണ് ഈ പറയുന്ന കല്യാണം കഴിഞ്ഞിട്ട് അവരെല്ലാം കൂടെ ഹണിമൂണ് പോയ സമയത്ത് ബീച്ചിൽ പോകുന്നത്. അപ്പം ഇതിനേക്കാളും എന്താ പറയണ്ട, ഈ പറഞ്ഞ ബീക്കിനിങ് കാര്യങ്ങളൊക്കെ ഇട്ടുണ്ടായിരുന്നു. അവർ ബീച്ച് ഇറങ്ങുകയൊക്കെ ചെയ്യുന്നത്. പോരാത്തിന് തൊട്ടടുത്ത് അശ്വിനും ഉണ്ടായിരുന്നു. അവരിതൊക്കെ ഒരു നോർമലായിട്ട് മാത്രം കണ്ടുപോകുന്നൊരു ഫാമിലിയാണ്. അപ്പോൾ കുറേ ആൾക്കാർ രേണുവിനെ വെച്ചിട്ടൊക്കെ കമ്പയർ ചെയ്യുന്നുണ്ട്. റിയാക്ഷൻ ചെയ്യുന്ന ആൾക്കാർ ഈ പറയുന്ന രേണുസുതിയെ കുറ്റം പറയുന്ന ആൾക്കാർ എന്തുകൊണ്ട് ഇത് പറയുന്നില്ല എന്നുള്ള രീതിയിലാണ്. ഞാൻ മുമ്പേ പറഞ്ഞു പോലെ അവർ സുധി എൻ്റെ സുധിച്ചേട്ടനെ വിട്ട് കളിക്കത്തില്ല, ദൈവത്തിനെ പോലെ കണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയിട്ട് കാണിക്കുന്നത്. അത് ചെറ്റത്തരം. പറഞ്ഞ് മനസ്സിലായോ? നാട്ടുകാർ മുമ്പിൽ പറയുന്ന വേറെ, പ്രവർത്തിക്കുന്നത് വേറെ. ഇവർ പണ്ട് മുതലേ ഇവരുടെ ഫാമിലി എന്താണെന്ന്, ഇവരുടെ ബ്ലോഗ് എന്താണെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഈ കൊച്ചു വന്നിട്ട് സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയോ ഇല്ല, എന്നിട്ട് ഏതെങ്കിലും പിള്ളേരെ വഴിതെറ്റിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഇത് വെച്ച് സബ്സ്ക്രിപ്ഷൻ തുടങ്ങി ഇങ്ങനെയാണെന്നുള്ള മുകളിൽ മോട്ടിവേഷൻ എല്ലാം കൊടുത്തു. അങ്ങനെ കൊടുത്തായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടൊന്നുമില്ല. എൻ്റെ കാര്യമാണ് ഞാനീ പറഞ്ഞത്. ഈ വീഡിയോ ഒന്നും ഞാൻ വന്നതെന്ന് അറിയത്തില്ല. സ്നാപ്പിലായിരിക്കാം ചിലപ്പം. ഓക്കെ, സ്നാപ്ചാറ്റിലൊക്കെ ആകുമ്പോൾ ഇത് സത്യം പറഞ്ഞാൽ ഇവരുടെ ഫാമിലി ആദ്യം ഫോളോ ചെയ്യുന്നവർക്കാണെങ്കിൽ ഇതൊരു നോർമലായിട്ട് പോകുന്ന ഒരു സംഭവമായിട്ടേ ഫീൽ ചെയ്യത്തുള്ളൂ. ഇത് ഫീൽ ചെയ്യത്തുള്ളൂ. എനിക്കങ്ങനെ ഫീൽ ചെയ്തത്. ഓക്കെ, ഇനി എന്തായാലും നമുക്ക് എന്താ പറയാ, കൃഷ്ണകുമാറിന്റെ വേറൊരു വീഡിയോയും കൂടെ ഇതിന്റെ കൂടെ കയറി വന്നിട്ടുണ്ട്. കുടുംബത്തിനെതിരെ ഇങ്ങനെ ഒരു വരുമ്പത്തേക്ക് എവിടെയും മാറി നിന്നിട്ടോ ഒളിച്ചോടിയിട്ടോ കാര്യമില്ല. നമ്മൾ അവരുടെ കൂടെ നിന്നില്ലെങ്കിൽ ഈ വിശ്വാസം തകർന്നു. അതെ, വിശ്വാസം തകർന്നു പോകും. പിന്നെ അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ വന്നിട്ട് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചില ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യത്തില്ല. കാരണം ഇത് പണ്ട് മുതലേ നിങ്ങളുടെ വ്ലോഗും കാര്യങ്ങളൊക്കെ ഞാനൊരു എനിക്കൊന്ന് 3-4 വർഷം കൊണ്ട് ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തി. അപ്പോൾ എനിക്കിതൊരു നോർമൽ കോണ്ടന്റ് മാത്രമായിട്ട് എനിക്കിത് ഫീൽ ചെയ്തിട്ടുള്ളൂ. നോർമലായിട്ട് മാത്രം. എന്തുകൊണ്ട് ബാക്കിയുള്ളവർ ഈ കോണ്ടന്റ് എടുക്കുന്നതെന്ന് അറിയത്തില്ല. ചിലപ്പോൾ ഒരു പക്ഷേ ഇദ്ദേഹം കേസ് കൊടുക്കുമെന്നുള്ള പേടി കൊണ്ടായിരിക്കാം. ആരും എടുക്കുന്നൊന്നുമില്ല. എന്താ പറയണ്ടേ, നേരത്തെ ലൈഫ് ഓഫ് അനന്ത് കുറച്ച് കാര്യങ്ങൾ തെളിവ് സഹിതം വെച്ച സമയത്ത് കുറേ ആൾക്കാർ എന്താ പറയണ്ടേ, ഈ അനന്തുവിനെതിരെ കമൻറ്റ് ഇടുകയും പിന്നെ അതുപോലെ തന്നെ ഈ കൃഷ്ണകുമാർ കൊണ്ട് കേസ് കൊടുക്കുകയും, കേസല്ല പോലീസിനെ പറഞ്ഞ് വീഡിയോ പിടിപ്പിച്ചിട്ട് ആ വീഡിയോ റിമൂവ് ചെയ്യിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ കാര്യം പുള്ളിയുടെ ഭാഗത്തായിരുന്നു ന്യായം, അനന്തു ചേട്ടൻ്റെ. ഓക്കെ, ഈ ഒരു വിഷയത്തിൽ ഇതിപ്പോൾ സോഷ്യൽ മീഡിയ കിടന്ന് ഓടുവാണെങ്കിൽ അച്ഛനെന്തെന്ന് അറിയില്ല, സ്വന്തം കുടുംബത്തിന് വേണ്ടി അദ്ദേഹം എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ. കുടുംബത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു വ്യക്തിയല്ലേ. അത് അവർക്ക് ആ ഫാമിലിക്ക് ആ ഒരു കോണ്ടന്റ്, ഈ കൊച്ചിൻ്റെ ഈ ഡാൻസും കാര്യങ്ങളും ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അവർ റിമൂവ് ചെയ്യിക്കട്ടെ. അതിനുള്ള ഹോൾഡും കാര്യങ്ങളൊക്കെ പുള്ളിക്കുണ്ട്. ഞാനിത് ബ്ലർ ചെയ്ത് വെച്ച് ജസ്റ്റ് ഒന്ന് സംസാരിച്ച് പോകുന്നേ ഉള്ളൂ. കാരണം നമ്മുടെ അടുത്ത് ആൾക്കാരുടെ ചോദ്യം വരുന്നതിനുള്ള മറുപടി മാത്രമായിട്ടാണ്. നിങ്ങൾക്കിത് എന്ത് തോന്നുന്നുണ്ട് എന്നുള്ള രീതിയിൽ നിങ്ങൾ തന്നെ പറയണം.
നിങ്ങൾ തന്നെ പറ, ഞാൻ നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുന്ന ഒരു കേസ് ആയിട്ടില്ല. പിന്നെ രേണു സുധി ഇതും തമ്മിൽ എന്താ പറയണ്ടേ? ഞാൻ ഇപ്പോഴും പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇവരെ സ്വന്തം ഭർത്താവ് സുധി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ എന്താ പറയണ്ടേ, പൂവിട്ട് പൂജിച്ച് കുമ്പിട്ട് വണങ്ങി, എന്താ പറയണ്ടേ, അമ്പലത്തിൽ എന്താ സൈന്യപ്രതിഷ്ഠ നടത്തിയ അതുപോലെ ദൈവത്തിനെ കൊണ്ട് നടക്കുന്ന പോലെ ആയിരുന്നു ആദ്യം നമ്മുടെ മുമ്പിൽ. എന്നിട്ടാണ് ഈ ചേച്ചി ഓരോ തോന്നിവാസങ്ങൾ കണ്ടെത്തി നമ്മൾ തൂക്കിയതും A to Z കാര്യങ്ങൾ തൂക്കിയതും. പിന്നെ അത് മാത്രമല്ല, ചേച്ചി ഈ സബ്സ്ക്രിപ്ഷനെ കുറിച്ചാണെങ്കിൽ നമ്മൾ സംസാരിക്കാൻ തുടങ്ങിയത്. ഓക്കെ, എന്തായാലും ഞാനത് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഇതിപ്പോൾ എടുത്തിട്ട് വേണമെങ്കിൽ എന്താ പറയണ്ടേ, അതിനകത്ത് ചില ആക്ഷൻസുകളൊക്കെ നമുക്ക് അങ്ങോട്ടും ഇത് ചെയ്യാൻ പറ്റത്തില്ല. ഇത് ആർക്ക് അയച്ചു കൊടുത്തു എന്നുള്ളൊക്കെ ഉള്ളൊരു ഇത് വരും. എന്തായാലും ആ വ്യക്തിക്ക് അറിയാമായിരിക്കാം, ഒന്നെങ്കിൽ സ്നാപ്പിലിട്ടായിരിക്കാം, ഇനി അയച്ചു കൊടുത്ത വ്യക്തി ആരാന്ന് ചിലപ്പം ആ കൊച്ചിന് അറിയാമായിരിക്കാം. ഓക്കെ, ഞാൻ എല്ലാം ബ്ലർ ചെയ്തിട്ടാണ് ജസ്റ്റ് ഇവിടെ നിന്ന് വെച്ചത്. ചിലവർ അൽത്തു ബ്ലോഗ്സിൻ്റെ വീഡിയോയ്ക്ക് അത് AI ആണെന്നും പറയുന്നുണ്ട്. AI ആയ അത്രയും നല്ലത്, കാരണം നെഗറ്റീവ് ആവത്തില്ലല്ലോ. കാരണം ആൾക്കാർ പല രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരാണ്. ഇപ്പം ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ നിലപാടില്ലാത്തതെന്ന് വേണമെങ്കിൽ പറയും. സബ്സ്ക്രിപ്ഷൻ എടുത്ത് ആൾക്കാരെ പറ്റിക്കുന്ന കുറേ ടീംസുകളുണ്ട്. അവറ്റകളെയൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഇത് സബ്സ്ക്രിപ്ഷനോ അങ്ങനെയൊന്നും എടുത്ത് ജീവിക്കേണ്ട ആവശ്യമൊന്നും ഈ കുടുംബക്കാർക്കൊന്നും ഇല്ല. ഇത് ഈ കൊച്ചു പിന്നെ ഡാൻസ് കളിക്കുന്നത്, വെറൈറ്റി നോക്കുന്നുണ്ട്, സ്നാപ്ചാറ്റിൽ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. അങ്ങനെയൊക്കെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഇനി അടുത്തത് വേണ്ട ഇതുപോലുള്ള മാരണങ്ങൾ. വേണ്ടേ, ഇതുപോലുള്ള മാരണങ്ങളെ പോലൊന്നും അല്ലാതെ അത് വേറെ കാര്യം. നിങ്ങൾ വിചാരിക്കുന്നിട്ട് ആനി ഇതെന്താ ഈ കാശ് വല്ലതും മേടിച്ചിട്ടാണെന്നൊക്കെ വേണമെങ്കിൽ സംസാരിക്കാം. എനിക്ക് തോന്നിയ കാര്യം ഞാൻ അവനങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ഇതിൻ്റെ പേര് എന്നെ ചീത്ത വിളിക്കോ കൊല്ലയ്യോ ഒന്നും എനിക്കൊരു വിഷയമായിട്ട് എനിക്ക് തോന്നുന്ന കാര്യമല്ല. കാരണം സോഷ്യൽ മീഡിയ നിരന്തരം ഇതുപോലെ വന്നിട്ട് കടൽ തീരത്തും അവിടെ ഇവിടെ ഉള്ള പുഴയിലൊക്കെ ഇതുപോലെ വൃത്തിയുടെ കാണിക്കുന്ന ഇവളെപ്പോലുള്ളവന്മാരെയൊക്കെ എടുത്ത് ദൂരെ കളയണം. അത് വേറെ കാര്യങ്ങൾ. പറഞ്ഞ മനസ്സിലായോ? അത് പബ്ലിക്കായിട്ടോ അല്ലെങ്കിൽ ചാനലിട്ടതോ അങ്ങനെയായിട്ടുള്ള കേസ് കേട്ടോ കാര്യങ്ങളോ ആയിട്ടോ എന്നിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഞാനൊന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഓക്കെ, വയറിന്റെ ഇടയിൽ കൂടെ ക്യാമറ കയറി, ബ്ലൗസിനകത്തൂടെ കയറി, കഷത്തിന്റെ ഇടയിൽ കൂടെ ക്യാമറ കയറിയൊക്കെ പിള്ളേർ കണ്ട് ആ പിള്ളേർ ഭ്രാന്തരായി പോകും. കാരണം നിയന്ത്രിക്കാൻ കഴിയാത്ത കുട്ടികളുണ്ട് സ്കൂളിൽ 5ലും 10ലും 8ലും എല്ലാം. അപ്പൊ അവരുടെ ലഹരിയും കൂടെ കയറി, ജമ്പും പാമ്പഴാൻ കയറി, വേണ്ടാത്ത ലഹരിയും കൂടെ കയറിയിട്ട് പഠനം നഷ്ടപ്പെട്ടു പോകും. അങ്ങനെ ഒരു തരത്തില്ലെങ്കിൽ മറുതരത്തിൽ കാണിക്കുന്നു. അതുപോലെ സബ്സ്ക്രിപ്ഷൻ പാർട്ടികൾക്കെതിരെ ഞാൻ വീഡിയോ ഇട്ടിരുന്നു, കണ്ടില്ലേ? ലക്ഷക്കണക്കിന് പോയി പല ചാനലിൽ ഇന്റർവ്യൂവിന് വിളിച്ചു. സബ്സ്ക്രിപ്ഷൻ അത് പുള്ളിക്കാരൻ പറഞ്ഞ കറക്റ്റ് കാര്യങ്ങൾ. അത് ഇച്ചിരി വിഷയമായിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം ഇപ്പോഴത്തെ പെൺകുട്ടികളെല്ലാം വക്കീലും അതും ഇതൊക്കെ പഠിച്ചിട്ട് എന്താ പറയണ്ടേ, ഡോക്ടറും എല്ലാം കഴിഞ്ഞിട്ട് ഇതേ കിടക്കുന്ന ഈ പരിപാടിക്കാണ് പോകുന്നത്. അതിനോടൊന്നും ഒട്ടും യോജിപ്പും കാര്യങ്ങളൊന്നും ഇല്ല. ഒട്ടും യോജിപ്പില്ല. പൈസ ഉണ്ടാക്കാൻ വേണ്ടി കാണിക്കുന്ന ഓരോ തോന്നിവാസങ്ങളും കാര്യങ്ങളുമൊക്കെ. അപ്പം ഞാൻ ഇപ്പോഴും അത് എടുത്തു പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, ഇതും രേണുമായിട്ട് ഈ കൊച്ചിനെ രേണുമായിട്ടൊക്കെ കമ്പയർ ചെയ്ത് സംസാരമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിങ്ങനെയുള്ള വീഡിയോസും ഡാൻസും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. മനസ്സിലായോ? അത് ഇനിയിപ്പോൾ ഇനി എന്തൊക്കെയാണോ ആൾക്കാർ പറഞ്ഞിറക്കാൻ പോകുന്നത് കണ്ടറിയാം. എന്നാലും നിങ്ങളുടെ അഭിപ്രായം പറ, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യം സംസാരിക്കാം. എന്റെ കെട്ടിയവനിയാ